പൈത്തൺ പഠിച്ചു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ കഴിയുമോ? പൈത്തൺ അറിയാവുന്ന ഒരാൾക്ക് ഫ്രീലാൻസ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ വെബ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓട്ടോമേഷൻസ് പല പല കാര്യങ്ങൾക്കും ഓട്ടോമേഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെറിയ ചെറിയ ചാറ്റ് ബോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഓരോ സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു ബിസിനസ്, ഒരു സ്മാൾ ബിസിനസ് നടത്തുന്ന ഒരാൾക്ക് അയാൾ ഡെയിലി ആക്ടിവിറ്റീസ് അയാൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ടൈം ഒരുപാട് എടുക്കും. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ പൈത്തൻ്റെ സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ആ ഒരു ജോലി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എന്നും വന്ന് ഡെയിലി കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാതെ പൈത്തൺ തന്നെ അത് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റും. ഇപ്പം ചെറിയ ചെറിയ ഒരു ഷോപ്പ്, അതായത് നമുക്കൊരു ഇ-കൊമേഴ്സ് വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു IT കമ്പനിയെ സമീപിച്ചാൽ ഒരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ ചെയ്തെടുക്കണമെങ്കിൽ നല്ല എമൗണ്ട് ആവും. അപ്പം അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ചെറിയ ചെറിയ ബിസിനസ്സുകാർക്കൊക്കെ നമുക്ക് ചെറിയ വെബ് ആപ്ലിക്കേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചാറ്റ് ബോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല പല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ പൈത്തൺ പഠിച്ച ജസ്റ്റ് ഒരു ജോബ് സാലറി എന്ന് മാത്രമല്ല, നമുക്ക് അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകംസും നമുക്ക് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പൈത്തൺ പഠിച്ചാൽ ജോബ് ഗ്യാരണ്ടീഡ് ആണോ? പൈത്തൺ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടുമോ എന്ന് ചോദിച്ചാൽ, പൈത്തൺ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല. കമ്പനീസ് എന്താണ് നോക്കണത്? പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ എബിലിറ്റി ഉള്ള സ്റ്റുഡൻസിനെയാണ് കമ്പനീസ് ഹയർ ചെയ്യണത്. ഇപ്പം നമ്മൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചാലും ജസ്റ്റ് കുറേ തിയറി പോർഷൻസ് പഠിച്ചിട്ട് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ലോജിക്സ്, അതിൻ്റെ ബേസിക്സ്, കോമൺ സിൻറ്റാക്സുകളെല്ലാം ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളവർക്ക് മാത്രമാണ് കമ്പനീസ് ജോബ് വേക്കൻസി അല്ലെ ജോബ് കൊടുക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരാൾക്ക് 2 സ്റ്റുഡൻസ് ഉണ്ട്. ഒരാൾക്ക് പൈത്തൻ്റെ കോഡിംഗ് എല്ലാം നല്ലോണം എഴുതാൻ അറിയാം. ഏത് പ്രോഗ്രാം കൊടുത്താലും ചെയ്തു കൊടുക്കും. വേറൊരാൾ സെയിം പൈത്തൺ പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ ലെവൽ പ്രോജക്റ്റ് ബിൽഡ് ചെയ്തു. നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആരെയായിരിക്കും ചൂസ് ചെയ്യുന്നത്? ഞാൻ സെക്കൻഡ് പറഞ്ഞ പ്രോജക്റ്റ് ബിൽഡ് ചെയ്ത ഒരാൾ. അതായത് അയാൾ ആ പ്രോജക്റ്റ് ഒരു ആപ്ലിക്കേഷൻ അല്ല ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ ലെവൽ അയാൾ ബിൽഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്തു. മറ്റേ ആൾ ജസ്റ്റ് പ്രോഗ്രാംസ് പഠിച്ചു, അത് അതുപോലെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയാലും ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചിട്ട് അതിൻ്റെ കോൺസെപ്റ്റിൽ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ ലെവൽ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാണ് കമ്പനീസ് ഹയർ ചെയ്യും. പിന്നെ ജോബ് വേക്കൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ പൈത്തൺ ഡെവലപ്പേഴ്സിന് ഒരുപാട് ജോബ് വേക്കൻസി ഡെയിലി ഓപ്പൺ വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ജോബ് വേക്കൻസി കൂടുതലാണെന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും പൈത്തൺ പഠിച്ച എല്ലാവർക്കും ജോലി കൊടുക്കത്തില്ല കമ്പനീസ്. ഒരിക്കലും എന്താണ് കമ്പനീസ് നോക്കുന്നത്? നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട്, നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി ഉണ്ടോയെന്നാണ് കമ്പനീസ് നോക്കണം.